എല്ലാ കണ്ണുകളും ഷിരൂരിൽ ഗംഗാവലി പുഴയിലേക്ക് തന്നെയാണ്. എല്ലാവരും കണ്ണുനട്ടിരിക്കുന്നതും ആ കാഴ്ചകൾക്ക് വേണ്ടിയാണ്. ഈശ്വർ മാൽപേയ്ക്ക് ഇന്ന് മനുഷ്യനസാധ്യമായതെന്ന് നമ്മൾ കരുതിയതിന് സാധിക്കാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. നേവിയും ആർമിക്കും കഴിയാത്തത് ഈശ്വർ മാൽപേയ്ക്ക് സാധിക്കുമോ? നേവിയുടെ സംരക്ഷണ വലയത്തിൽ തന്നെയാണ് ഈശ്വർ മാൽപേ ഇറങ്ങുന്നത്. അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായി അർജുനായി ഗംഗാവലി പുഴയിലെ തെരച്ചിൽ ഇന്നും തുടരുമെന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അടിയൊഴുക്ക് ശക്തമായതിനാൽ ഡൈവിംഗ് ദുഷ്കരമാണ്. നാവികസേന സംഘത്തോടൊപ്പം മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇന്നും ദൗത്യ സംഘത്തിനോടൊപ്പം ചേരും. ട്രക്ക് പുറത്തെടുക്കാൻ ഡ്രഡ്ജിംഗ് മാത്രമാണ് പോംവഴിയെന്നാണ് അധികൃതരുടെ വാദം. ദീപക് മലയമ്മയും മുബഷിർ പി അക്ബറും അർജുൻ കല്യാടും അടക്കമുള്ള നമ്മളുടെ വാർത്താ സംഘം തത്സമയം ഗംഗാവലി പുഴയുടെ തീരത്തു നിന്നും ഷിരൂരിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. മുബഷീർ, വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി അറിയേണ്ടത് ഇന്നലെ കാലാവസ്ഥ രാത്രിയിൽ എന്തായിരുന്നു എന്നുള്ളതാണ്. ഗംഗാവലി പുഴയിൽ നിന്ന് ഒഴുക്ക് കുറയാനുള്ള സാധ്യതയുണ്ടോ, വെള്ളം തെളിയാനുള്ള സാധ്യതയുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങളാണ് മലയാളികൾ എല്ലാവരും ചോദിക്കുന്നത്. ഒരുപക്ഷെ മലയാളികൾ ഇത്രയും ഒരു നാട്ടിൽ മഴ പെയ്യരുത്, കുറച്ച് നേരത്തേക്ക് മഴയൊന്ന് ഇടവേള വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തര കന്നഡയിൽ, അങ്കോളയിൽ, ഈ ഷിരൂരിൽ 2 ദിവസത്തേക്കൊന്ന് മഴ മാറി നിൽക്കണേ എന്ന പ്രാർത്ഥനയിലാണ്. ഇന്നലെ എന്തായിരുന്നു കാലാവസ്ഥ? ഇന്നത്തെ കാലാവസ്ഥ എന്താണ് ദീപക്? വെരി ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നലെ മഴ മാറി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ മേഘാവൃതമാണ്. ഒരുപക്ഷെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ മേഖലയിൽ നിൽക്കുമ്പോൾ തോന്നുന്നുണ്ട്. രാത്രിയിൽ കനത്ത മഴ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഗംഗാവലിയിലെ ജലനിരപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന അപ്ഡേറ്റായി പറയാനും സാധിക്കുന്നത്. അത്തരത്തിൽ മഴ മാറി നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇന്നത്തെ ദൗത്യം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ ദീപക്, മറ്റ് ചില വിശേഷങ്ങൾ ഇന്നിപ്പോൾ ഈശ്വർ മാൽപേ കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കുമോ പ്രധാനപ്പെട്ട രക്ഷാദൗത്യം? തീർച്ചയായും അതുമാത്രമാണ് സാധ്യമാകുന്ന വഴി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈശ്വർ മാൽപേ നടത്തിയിരിക്കുന്ന സാഹസികമായ ഇടപെടലുകൾ. അദ്ദേഹം പലതവണ ഡൈവിംഗ് നടത്തി. ഏറ്റവും ഒടുവിൽ CP3 എന്ന് പറയുന്ന ആ കോൺടാക്ട് പോയിന്റ് 3യിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത് നമ്മൾ കണ്ടു. ആ മേഖലയിൽ ഏതാണ്ട് വലിയ രീതിയിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അദ്ദേഹം ആ ദൃശ്യത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ ഏതാണ്ട് മുട്ടോളം മാത്രമാണ് ആ മേഖലയിൽ. ആ നദിയുടെ ഒത്ത നടുക്കാണ്. 110 മീറ്ററാണ് ഈ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ നിന്ന് ആ പ്രദേശത്തേക്ക് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നിന്ന് ചില സംശയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായതിനെ തുടർന്ന് അവിടെ 2 മുളകൾ ഉപയോഗിച്ച് ഒരു മാർക്ക് രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് പരിശോധന എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. കാരണം ഇന്നലെ SP M നാരായണ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് 4 പോയിന്റുകളുള്ളതിൽ അതിൽ ഒരു പോയിന്റ് നിർണായകമാണ് എന്നുള്ളതാണ്. ആ ഒരു പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കും. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത് ആദ്യഘട്ടത്തിൽ CP4 എന്ന ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയ കൂടുതൽ സിഗ്നൽ ലഭിച്ച ആ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഒരു ഡൈവിങ്ങിനുള്ള ശ്രമം നടത്തിയത്. ഏതാണ്ട് ഉച്ചവരെ ആ ശ്രമങ്ങൾക്ക് അനുമതി കിട്ടിയിരുന്നില്ല. പിന്നീടാണ് കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെ ആ മേഖലയിൽ എത്തിച്ച് പലയിടങ്ങളിലേക്ക് റോപ്പുകൾ ബന്ധിച്ച് അങ്ങനെ ഈശ്വർ മാൽപേയ്ക്ക് വളരെ കൃത്യമായ രീതിയിൽ സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഡൈവിങ്ങിനുള്ള ശ്രമം നടത്തിയത്. ഏതാണ്ട് 9ഓളം ഡൈവുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ 3ാമത്തെ ഡൈവ് നടത്തുമ്പോഴാണ് ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിനെ അതിജീവിച്ച് അദ്ദേഹം വരികയും ചെയ്തു. നേവി സംഘം ഉൾപ്പെടെ അവിടെ സജീവമായി നിൽക്കുന്നുണ്ട്. വൈകിട്ട് ഏതാണ്ട് 6 മണി കഴിഞ്ഞ സമയത്താണ് വെളിച്ചത്തിൻ്റെ കുറവ് മൂലം ഈ ഒരു ദൗത്യം ഇന്നലെ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിയത്. ആ സമയവും അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 110 മീറ്റർ കാണിച്ചിട്ടുള്ള ആ 3ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞ ആ മേഖലയിലായിരുന്നു. അവിടെ ഒരു വലിയ മൺകൂനയുണ്ട്. അവിടെ എന്തോ ഒരു സംശയം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു മാർക്ക് ചെയ്യുകയും ചെയ്തത്. അതേസമയം ഈ 8 അംഗ സംഘമാണ് ഈശ്വർ മാൽപേയുടെ കൂടെയുള്ളത്. നേവി സംഘം അവിടെയുണ്ട്. NDRFും ഉൾപ്പെടെയുള്ള മറ്റ് സേനാ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ തെരച്ചിലുകൾ ഏകോപിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ എത്ര സമയം ഈ തെരച്ചിൽ പോകുമെന്നുള്ള ചോദ്യം നേരത്തെ ചോദിച്ചതുപോലെ തന്നെ നമുക്ക് മുന്നിലുണ്ട്. ഒരു പക്ഷേ ഈ ദൗത്യം ഈ ഒരു രീതിയിൽ, അതായത് ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ട് ഇതുപോലെ ഗംഗാവലിയിൽ എത്ര ദിവസം തുടരുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിങ്ങനെ എത്ര കാലം തുടരും? ഈ മെഷീനറികളും ഒക്കെയായി മനുഷ്യൻ അസാധ്യമായാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്തിരിയേണ്ടി വരുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മുബഷിർ പി അക്ബറും കൂടി ചേരുന്നുണ്ട്. മുബഷിർ പി അക്ബർ, ഇന്നലെ നമ്മൾ കണ്ട കാഴ്ചകൾ, ഈശ്വർ മാൽപേ അടക്കമുള്ള സംഘം അവിടെ എത്തുമ്പോൾ വലിയ പ്രതീക്ഷകൾ നമുക്കുണ്ടാവുന്നു. ആ പ്രതീക്ഷകൾ ശരിവയ്ക്കുന്ന തരത്തിൽ ഈ 3ാമത്തെ പോയിന്റിൽ ലോറി ഉണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ ഇന്നലെ ഇന്ദ്രബാലൻ അടക്കമുള്ളവർ കുറച്ചുകൂടി ഉറപ്പായി നമുക്ക് നൽകുന്നു. കരയിൽ നിന്ന് ഏകദേശം 132 മീറ്റർ അകലെ ആ സ്ഥലത്ത് 2 മുളവടികൾ കുത്തുന്നു. ഈശ്വർ മാൽപേയുമായി ഇന്നലെ രാത്രിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ കുറുകെ കിടക്കുന്ന ഒരു മരക്കഷണവും പിന്നെ ചില ഒരു മരത്തിൻ്റെ ചില്ല
വില്ലകളും വലിയ തടസ്സമുണ്ടാക്കുന്നുണ്ട്. ആ ഹൈ ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റുകളിൽ നിന്ന്, ടവറുകളിൽ നിന്ന് പോയ കേബിൾ ഒരു വലിയ പ്രതിസന്ധിയാണ് എന്നുകൂടിയാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഈശ്വർ മാൽപ്പെ രക്ഷാദൗത്യത്തിനിറങ്ങുമ്പോൾ പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ രണ്ടു കാര്യങ്ങളും നീക്കുക എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ മറ്റ് സംവിധാനങ്ങൾ, ബാർജ് പോലെയുള്ള സംവിധാനങ്ങൾ അവിടെ കൊണ്ടുവരാനുള്ള നീക്കമുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ആ നീക്കത്തിൽ നിന്ന് താൽക്കാലികമായി അവർ പിൻവാങ്ങിയിരിക്കുന്നുവെന്നാണ്. ഇന്നലെ മുബഷീർ പറഞ്ഞു രാജസ്ഥാനിൽ നിന്ന് ഉദ്യോഗസ്ഥർ അവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ ഉദ്യോഗസ്ഥരാരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഷിരൂരിലെ അപകട സ്ഥലത്തേക്ക് ദൗത്യസംഘത്തിൽപ്പെട്ടവർ കടന്നുപോയി തുടങ്ങിയോ? നിലവിൽ ഉദ്യോഗസ്ഥരൊന്നും ശിരൂരിലേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ കരസേനയും നാവികസേനയും ഈ ഒരു മേഖലയിലൂടെ, അങ്കോള മേഖലയിലൂടെ ദുരന്തബാധിത മേഖലയിലേക്ക് കടന്നു പോകുമെന്നുള്ളതാണ്. ഇന്നലെ ഏറെ പ്രതീക്ഷ നൽകിയ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണ്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ വലിയ പ്രതീക്ഷ നൽകിയ രക്ഷാദൗത്യം തന്നെയായിരുന്നു ഇന്നലെ ഗംഗാവലിപ്പുഴയിലുടനീളം നടന്നത്. 9ലധികം തവണ അദ്ദേഹം വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. ശക്തമായ കുത്തൊഴുക്കിനെ മറികടന്നുകൊണ്ട് ഇന്നലെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും പ്രതീക്ഷ നൽകിയ ഇന്നലത്തെ ദിവസം ഇന്ന് വലിയ മുതൽക്കൂട്ടാണ് പ്രവർത്തനത്തിൽ. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് രക്ഷാദൗത്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അരുൺകുമാറിന്റെ ചോദ്യത്തിലേക്ക് വന്നാൽ നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഗംഗാവലിപ്പുഴയുടെ കുത്തൊഴുക്കിനെ മറികടക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഗോവയിൽ നിന്നും പൻഡൂൺ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നത്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വലിയ അഭ്യർത്ഥന തന്നെ കർണാടകയോട് ആവശ്യപ്പെട്ടിരുന്നു. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഇവിടെ എത്തിയ സമയത്ത് അറിയിച്ചതുമാണ്. എന്നാൽ ആ ഒരു യോഗത്തിലെടുത്ത തീരുമാനം പിറ്റേന്നത്തെ ദിവസം നടപ്പിലാക്കാൻ സാധിച്ചില്ല. അതിലൊരു അസംതൃപ്തി കേരള സർക്കാർ പ്രകടിപ്പിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റു സംവിധാനങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരും. അതായത് പൻഡൂണിന് സമാനമായ രീതിയിലുള്ള സംവിധാനങ്ങൾ രാജസ്ഥാനിൽ നിന്ന് ഉൾപ്പെടെ കൊണ്ടുവരുമെന്ന് മുഹമ്മദ് റിയാസ് തന്നെ പറയുന്നു. മുഹമ്മദ് റിയാസിനോട് ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇന്നോ ഇന്നലെയോ ആയിട്ട് ആ ഒരു സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു കുത്തൊഴുക്കിനെ മറികടക്കാൻ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ എത്തിച്ചാൽ മാത്രമേ ചെറിയ രീതിയിലെങ്കിലും സാധിക്കൂ എന്നുള്ളതാണ്. വിശേഷം ഈശ്വർ മാൽപ്പയെ പോലെയുള്ള ധൈര്യത്തോടു കൂടി ആ ഒരു വെള്ളത്തിലിറങ്ങി തിരച്ചിൽ നടത്താൻ തയ്യാറാകുന്ന വ്യക്തികൾക്ക് ഈ ഒരു സംവിധാനങ്ങൾ എത്തിച്ചേർന്നാൽ വലിയ മുതൽക്കൂട്ടാകും എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അല്ലാത്ത പക്ഷം ഇന്നലെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, രണ്ടാമത്തെ ഡൈവിൽ അദ്ദേഹം അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പുറത്ത് വളരെ ശാന്തമായി ഒഴുകുന്ന ഗംഗാവലിയുടെ അടിത്തട്ടിലേക്ക് ഇറക്കുന്ന സമയത്ത് വലിയ ഉള്ളൊഴുക്ക് അല്ലെങ്കിൽ അടിയൊഴുക്ക് വലിയ രീതിയിൽ അപകടം ഉണ്ടാക്കുന്നുണ്ട്. അതൊരു പക്ഷേ രക്ഷാദൗത്യത്തിന് തിരിച്ചടിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഈ ഒരു കാലാവസ്ഥ ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ശുഭകരമായ വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അത് രക്ഷാദൗത്യത്തിന് വലിയ മുതൽക്കൂട്ടായി മാറുമെന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളായി ജനപ്രതിനിധികൾ, MLA മാരൊക്കെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഒരു മേഖലയിൽ നിന്നും മടങ്ങിയിട്ടുണ്ടെങ്കിലും AK ശശീന്ദ്രൻ ഇവിടെ തുടരുന്നുണ്ട്. ആ ഒരു സമ്മർദ്ദം കർണാടകയ്ക്ക് മേൽ ചെലുത്തുന്നുണ്ട്. ആ രീതിയിലുള്ള ഊർജിതമായ രക്ഷാപ്രവർത്തനങ്ങൾ തന്നെ അവരൊക്കെ തന്നെ ഉറപ്പുവരുത്തുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും ഊർജിതമായി നടത്തണം തന്നെയാണ് കേരളം ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള ഉപകരണങ്ങൾ വീണ്ടും എത്തിക്കാനുള്ളൊരു അഭ്യർത്ഥന കേരളം നടത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഇക്കാര്യത്തിൽ ഗൗരവത്തോടു കൂടിയുള്ള ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആവശ്യം തന്നെ കേരളം ഉന്നയിച്ചു എന്നുള്ളതാണ്. വീണ്ടും ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും അതൊന്നും തന്നെ നടപ്പിലാക്കാത്തതിൽ കേരളം ഒരു അതൃപ്തി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. മന്ത്രി AK ശശീന്ദ്രൻ ഇത് വ്യക്തമായി പറഞ്ഞിരുന്നു. ഞങ്ങൾ ആരെയും ഇവിടെ ഭരിക്കാൻ വന്നവരല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട അർജുന് വേണ്ടി അല്ലെങ്കിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന 3 ആളുകൾക്ക് വേണ്ടി ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ എത്തിച്ചുകൊണ്ട് ഊർജിതമാക്കുന്നതിന് വേണ്ടിയുള്ള അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എത്തിയതാണെന്ന രീതിയിലുള്ള പ്രതികരണമൊക്കെ തന്നെ അദ്ദേഹം നടത്തുമ്പോൾ ആ ഒരു സമ്മർദ്ദം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നും ആ രീതിയിലുള്ള തിരച്ചിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ നിലയിലുള്ള കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യമാണെങ്കിൽ ശുഭകരമായ വാർത്തകളും നമുക്ക് രാവിലെയോടുകൂടി തന്നെ പ്രതീക്ഷിക്കാം.